ഹലോ, എല്ലാവർക്കും ഏഞ്ചൽ ഡിസൈൻ ടാക്ടിക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഫ്രെയിം വർക്കാണ്. നമുക്ക് നമ്മുടെ റൂമിലും ഹോളിലും അതുപോലെ തന്നെ നമ്മുടെ പഴയ ഫോട്ടോയൊക്കെ കാണില്ലേ, ആ ഒരു ഫോട്ടോയൊക്കെ നമുക്ക് നടുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കളർ പേപ്പറാണ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓറഞ്ച് കളറിലെയും ക്രീം കളറിലെയും കോമ്പിനേഷനിലുള്ള പേപ്പറാണ്. ഇപ്പോൾ നിങ്ങൾക്കിഷ്ടം വേറെ എന്തെങ്കിലും കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ പേപ്പർ വെച്ചിട്ട് നമുക്കിതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിം വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഇതുപോലെ തന്നെ ചെറിയ സ്ക്വയർ ആയിട്ട് വെട്ടിയെടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ മടക്കിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ വെട്ടിയെടുക്കാം. നമ്മൾ ഏകദേശം ഈ ഒരു ഫ്രെയിം വർക്കിനൊരു 5 ഫ്ലവറോളം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു തിക്നെസ്സിൽ ഇങ്ങനെ ഇരിക്കണ്ടേ, അപ്പോൾ കുറച്ചധികം ഇതുപോലുള്ള ഷേപ്പിലുള്ള പേപ്പർ നമുക്ക് അത്യാവശ്യം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ചധികം വേണ്ടി വരും, കുറച്ച് കൂടുതൽ നമുക്കെടുക്കും. ഏകദേശം ഒരു 5-6 ഷീറ്റിന് മുകളിൽ നമുക്ക് വേണ്ടി വരും. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഓരോ ഇതളും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോഴായിരിക്കും നമ്മൾ ആ ഒരു പൂവിൻ്റെ ഒരു ഭംഗി വരുന്നത്. ഈ ഒരു ഷേപ്പ് നമ്മൾ കൊടുക്കുമ്പോഴായിരിക്കും. അങ്ങനെ ഒരുപാട് പൂക്കൾ ഞാൻ ഇതുപോലെ തന്നെ വെട്ടിവെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് ഏത് വേണം നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ ക്രീമിൽ അല്ലെങ്കിൽ ഓറഞ്ച് ബേസായിട്ട് വെച്ചിട്ട് ഇതുപോലെ തന്നെ മടക്കുക. എന്നിട്ട് ആ ഒരു ബേസായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ഫ്ലവറിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇത് മൊത്തത്തിൽ റൗണ്ടിൽ കവറാകുന്ന രീതിയിൽ നമുക്കിതുപോലെ തന്നെ ഫുൾ ഇത് ഒട്ടിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ ആ കാണുന്ന ഒരൊറ്റ ഫ്ലവർ ഫോം ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം ഞാനൊരു 5 ഫ്ലവറാണ് നമ്മുടെ ഈ ഒരു ഫ്രെയിം വർക്കിനായിട്ട് ഞാനിപ്പം ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രധാന പ്രശ്നം എന്താണെന്നറിയാവോ, നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കുന്നത് കാണാൻ നല്ല ഇഷ്ടമാണ്, ഇല്ലെങ്കിൽ ഫ്ലവറൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്കെല്ലാവർക്കും ചെയ്ത് നോക്കാനായിട്ടൊരു ചെറിയൊരു മടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. ഞാനാണെങ്കിൽ അതിനേക്കാളും വലിയ മടിച്ചാണ്. എനിക്കിതൊക്കെ ചെയ്ത് നോക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ചില സമയത്ത് മടി വരും. പക്ഷെ നമ്മളൊരു കാര്യം ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുവാണെങ്കിൽ നമുക്കത് മടുക്കത്തേ ഇല്ല. അപ്പം നമുക്കിതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ഇഷ്ടത്തോടെയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ പൂവിൻ്റെ പാർട്ട് ഇപ്പം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. യെസ്, അപ്പോൾ നമ്മുടെ പൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഏകദേശം 5 എണ്ണമാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ആ ഒരു സൈഡിൽ നമ്മൾ കൊടുത്തില്ലേ, അതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ നമ്മുടെ സാധാരണ, അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുള്ള റോളാണ്. എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു പേപ്പർ, ഞാനിപ്പോൾ ചാർട്ട് പേപ്പർ എടുത്തിരിക്കുന്നത്, ചാർട്ട് പേപ്പറിൻ്റെ ആ ഒരു ചെറിയൊരു പീസിലോട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ബ്ലാക്ക് കളർ പെയിൻറ് ഉണ്ടല്ലോ, പെയിൻറ് നമുക്കിതുപോലെ നല്ല കട്ടിക്ക് അടിച്ചു കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അടിക്കാം. എന്നാൽ നമുക്ക് നല്ലൊരു ട്രൂ ബ്ലാക്ക് ഫീൽ തോന്നണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഡയറക്റ്റ് അടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ത്രൂ ഔട്ട് നമുക്കിങ്ങനെ തന്നെ ചെയ്യാം. ഇങ്ങനെ ഏകദേശം നമുക്ക് കുറച്ചധികം വേണം കേട്ടോ. അതായത് ഏകദേശം 8 പീസ് നമുക്ക് ഇതുപോലെ തന്നെ വേണം. അപ്പോഴായിരിക്കും നമുക്ക് 2 സ്ക്വയർ കിട്ടിയിട്ട് നമ്മൾ നേരത്തെ കാണിച്ചില്ല അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് വേണ്ടത് ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് നമുക്കിത് ഒട്ടിക്കേണ്ടത്. അല്ലെങ്കിൽ സാധാരണ പശയിലിട്ടാനായിട്ടുള്ള ചാൻസ് കുറച്ച് കുറവാട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഗം വേണ്ടി വരും, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരും. അവിടെ ഗ്ലൂ ഗം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് സൈഡൊന്ന് വെട്ടിയിട്ട് ഇതുപോലെ തന്നെ ഗ്ലൂ ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒറ്റ സെക്കൻഡിൽ തന്നെ സംഭവം ഒട്ടിയിരുന്നോളും. അങ്ങനെ നമുക്കൊരു സ്ക്വയറാണ് ആദ്യം ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു പീസും കൂടെ ഒട്ടിച്ചാൽ നമ്മുടെ ഒരു സ്ക്വയർ റെഡിയായി. എത്ര സിമ്പിളല്ലേ? അപ്പോൾ നമ്മുടെ സ്ക്വയർ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുക്കൂടി എങ്ങനെയാണ് ആ ഒരു രണ്ടാമത്തെ സ്ക്വയർ ഉണ്ടല്ലോ അത് നമ്മൾ ചെയ്യുന്നതെന്നുള്ള ആ ഒരു ടെസ്റ്റ് എന്ന് വെച്ചാൽ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു മോഡലാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. എന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ, ഇങ്ങനെയാണ് നമുക്കിത് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 2 സ്ഥലവും ക്രോസ് ആകുന്ന ആ ഒരിടത്ത് നമുക്കിതുപോലെ തന്നെ പശ തേച്ചിട്ട് നല്ല പ്രസ് ചെയ്ത് അവിടെ അങ്ങ് ഫിക്സ് ആക്കി അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ സംഭവം ഒരു സ്റ്റാർ പോലെ ആയിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പേപ്പറാണ്. ഒരു ബ്ലാക്ക് കളറിലെ ഒരു നോട്ടീസിൻ്റെ ഒരു പോർഷൻ ഞാനിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലെ തന്നെ അവിടെ പ്ലേസ് ചെയ്യാം.
എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവർ ഉണ്ടല്ലോ, അത് അതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഇതുപോലെ തന്നെ ആദ്യം ഒന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്ത് നോക്കണം ശരിയാകുന്നുണ്ടോ, ആ ഒരു പൊസിഷനൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം പശ തേക്കാനായിട്ട്. അങ്ങനെ ഞാൻ പശയും തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വേണ്ടത് ലീവ്സാണ്. ലീവ്സിനായിട്ട് ഞാനിവിടെ ഗ്രീൻ കളറിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി സിമ്പിളാണ്, അറിയാലോ, നമ്മൾ ജസ്റ്റ് സാധാരണ ഇലയ്ക്ക് വെട്ടുന്നത് പോലെ തന്നെ നമുക്ക് വെട്ടിക്കൊടുക്കാം. എന്നിട്ട് ആ ഒരു പോർഷനാണ് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഗ്രീനിൻ്റെ തന്നെ പല ഗ്രീൻ കളറിൽ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം. എന്നിട്ടാണ് നമ്മൾ പശ തേച്ച് ഒട്ടിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫ്രെയിം വർക്ക് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഫ്രെയിം വർക്കാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. താങ്ക് യു.